നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുകയാണ്. അതും ബ്രൈറ്റൻ്റെ ബി ടീമിനെതിരെ. ബ്രൈറ്റൻ്റെ ടീമിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ മിൻറ്റെ ഇല്ല, അയാരി ഇല്ല, ഡിക്കൈപ്പർ, പിന്നെ വാൻ ഹെക്ക്, ഡങ്ക്, വാൻ വെർബ്രൂഗൻ, പിന്നെ ആരാ, വീഫർ, പിന്നെ ബലേബ നമുക്കറിയാം ആഫ്കോണിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മെയിൻ പ്ലെയേഴ്സ്, മിറ്റോമ പിന്നെ ലാസ്റ്റാണ് ഇറങ്ങിയത്. ഇത്രയും മെയിൻ പ്ലെയേഴ്സിനെ അവർ പുറത്തിരുത്തിയിട്ട് ബി ടീമിനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അവർ അണിനിരത്തിയത്. എന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീമോ അത്യാവശ്യം സ്ട്രോങ് ടീമായിരുന്നു. നമ്മുടെ സ്റ്റാർട്ടിംഗ് 11 വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, അത്യാവശ്യം സ്ട്രോങ് ടീമാണ്. ബാക്ക് 4 കളിക്കുന്നു, മെയിനും വരുന്നു മിഡ്ഫീൽഡിലേക്ക്. അപ്പം സ്ട്രോങ് ആണ്, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഈ ബി ടീമിനെതിരെ തോറ്റു നമ്മുടെ FA കപ്പിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ വർഷത്തെ ഗെയിംസ് എന്ന് പറഞ്ഞാൽ 40 ഗെയിംസിൽ തീരുവാണ്. 38 ഗെയിംസ് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിലത്, പിന്നെ ഒരു കറബോ കപ്പ് അത് ഔട്ടായി, പിന്നെ ഒരു FA കപ്പ് അതിൽ ഔട്ടായി. അങ്ങനെ 110 വർഷത്തിൻ്റെ എന്തോ ഒരു കാലയളവ് അതിന് ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 40 ഗെയിംസിൽ താഴെ ചുരുങ്ങുന്നത് ഒരു സീസണിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇത് 1914 to 1915 കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ അന്ന് വേൾഡ് വാർ കാരണമാണ് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മാനേജ്മെൻറ്റും പിന്നെ ഓണേഴ്സ്, പിന്നെ പ്ലെയേഴ്സ്, ഫാൻസ്, ഇതെല്ലാം ഒരു കംപ്ലീറ്റ് മെസ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഒരു കുളമായിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ. എന്താ പറയുക, എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന അവസ്ഥയിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ കപ്പ് കോമ്പറ്റീഷൻസ് എല്ലാം അവസാനിച്ചു. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് നമുക്ക് വേറെ ഉള്ള കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. ഉള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗാണ്. അതിൻ്റെ അകത്ത് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് നേടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു കോമ്പറ്റീഷൻ. അല്ലാതെ പ്രീമിയർ ലീഗ് ഉറപ്പായിട്ടും ഇല്ല. ആ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെയും കാട്ടി ബെറ്ററായിട്ട് കളിക്കുന്ന ഒത്തിരി ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ടീം അവരുടെ മാനേജറിനെ സാക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയ മാനേജർ വരുമ്പോൾ ഒരു ന്യൂ മാനേജർ ബൗൺസ് എന്നുള്ളൊരു സംഭവം ഉണ്ടാകാറുണ്ട്. കാരണം പുതിയ മാനേജർ വരുമ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ ആ മാനേജറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഉണർന്ന് കളിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. പല ടീംസും അങ്ങനെയാണ്. ഈ മാനേജർ ബൗൺസ് ഒട്ടും ഇല്ലാത്ത ഒരു ടീമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇപ്പം അമറും വന്ന സമയത്താണെങ്കിലും ഒരു മാനേജർ ബൗൺസും ഇല്ല. ടെൻ ഹാഗിനെ സാക്ക് ചെയ്തതിന് ശേഷം അമറും വന്നു, ഒരു ഡിഫറൻസും കണ്ടില്ല. ഇപ്പോൾ അമറുമിനെ സാക്ക് ചെയ്തിട്ട് ഫ്ലെച്ചർ വന്ന സ്ഥിതിക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പ്ലെയേഴ്സിനൊന്നും ഇത് അവരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടേ തോന്നുന്നില്ല. അപ്പം ഒരു മാനേജർ ബൗൺസ് എന്നുള്ളൊരു സംഭവം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഒരിക്കലും ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കളി തുടങ്ങി ഒരു സെക്കൻഡ് തേർഡ് മിനിറ്റിൽ തന്നെ നമുക്ക് ഗംഭീരമായിട്ടുള്ളൊരു ചാൻസാണ് കിട്ടിയത്. അതും ഡിയോഗോ ഡാലോ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്, എടുത്തു പറഞ്ഞിട്ടുള്ള പ്ലെയറാണ്. കറക്റ്റായിട്ടുള്ള പൊസിഷൻസിൽ എത്തിപ്പെടാനായിട്ട് ഉള്ള വൈഭവം എന്ന് പറഞ്ഞാൽ ഡാലോനുണ്ട്. പക്ഷേ അവിടെ നിന്നിട്ട് പിന്നെ എന്ത് കാണിക്കണം എന്നുള്ള ഒരു ഐഡിയ പോലും ഈ പ്ലെയറിൻ്റെ ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ പ്ലെയേഴ്സിന് തലയിൽ അറ്റ്ലീസ്റ്റ് ഒരു ആൾതാമസം ഒക്കെ ഉണ്ടാവും. അവർക്കൊരു ഐഡിയ ഉണ്ട് ഗെയിമിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ലെവലേശം കണ്ടിട്ടില്ലാത്തൊരു പ്ലെയറാണ് ഡാലോ. ആ ഒരു ഓപ്പൺ ചാൻസ് അടിച്ച് നേരെ ഗോൾ കീപ്പറിൻ്റെ കാലിൽ കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം അത് തട്ടിത്തിരിഞ്ഞ് വീണ്ടും വന്നത് അടിച്ച് വീണ്ടും മുകളിലത്തെ നിലയിൽ ഏതോ കാണികളുടെ തലയടിച്ച് പൊട്ടിച്ചെന്നുള്ള ഇതാണ് ന്യൂസ് കേൾക്കുന്നത്. അങ്ങനത്തെ ഉള്ള അവസ്ഥയിലാണ് ഈ പ്ലെയർ പോകുന്നത്. പിന്നെ ഡിഫെൻസീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ഈ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, റൈറ്റ് കളിക്കുന്ന ഒരു പ്ലെയർ, റൈറ്റ് ബാക്ക് കളിക്കുന്നതാണ്. അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടാവണ്ടേ, ഇപ്പം എവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് മൈൻഡെങ്കിലും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ അതില്ല. ഡിഫെൻസ് അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് നിൽക്കും, അങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്. ഇപ്പം ആ ഗോള്, അതായത് വെൽബെക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഗോളിനൊക്കെ ആണെങ്കിലും ഡാലോനെ കട്ട് ചെയ്താൽ പോകുന്നത്. ഡാലോ അപ്പോഴേക്ക് തിരിഞ്ഞ് മാറി ഇങ്ങോട്ടേക്കാണ് പൊസിഷൻ കൊടുക്കുന്നത്. പ്ലെയർ ആ വഴിക്ക് പോയി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അവയർനെസ് ഇല്ല. നമ്മുടെ ഈ ഒരു ടീമിൽ ഏറ്റവും ഫസ്റ്റ് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് ഡാലോ. കാരണം ഡാലോയുടെ സൈഡിൽ നിന്ന് ആ റൈറ്റിൽ
നിന്നിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ കളി കണ്ട് കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾക്ക് ഇടയിൽ ഏറ്റവും കൂടുതൽ ഗോൾ വഴങ്ങപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്റ് സൈഡാണ്. അവിടെ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 8 വർഷമായിട്ട് നമ്മുടെ ടീമിൽ കളിക്കുന്ന പ്ലെയറാണ് ഡാലോ. എന്നിട്ട് എത്ര മാനേജേഴ്സ് സാക്ക് ചെയ്യപ്പെട്ടു, ആ സമയത്തെല്ലാം നമ്മൾ ഈ ഡാലോയുടെ മോശം പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു റൈറ്റ് പൊസിഷനിൽ ഗോളുകൾ സ്ഥിരം വഴങ്ങുന്നതിൽ ഏറ്റവും എന്താ പറയുക എടുത്ത് പറയപ്പെടേണ്ട പേരാണ് ഡാലോ. ബിക്കോസ് ഹീ ഈസ് അൺഅവെയർ. ആ കളി എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ പൊസിഷൻ ചെയ്യണം ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പ്ലെയറാണ്. സോ ഹീ ഈസ് കോസ്റ്റിംഗ് അസ് ഗോൾസ് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ. ഈ ഒരു കളിയിൽ പിന്നെ സ്ഥിരം കാഴ്ച എന്ന പോലെ വെൽബക്ക് സ്കോർ ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡാനി വെൽബക്കിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ പഴയ ടീമിനെതിരെ ഗോൾ സ്കോർ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അത് വെൽബക്കിന് അതിന് പ്രത്യേകിച്ച് എടുത്തൊരു എന്താ പറയുക ഒരു എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. വെൽബക്കിൻ്റെ കാലിൽ എങ്ങനെയെങ്കിലും ബോൾ കിട്ടും, അത് അടിച്ച് ഗോൾ കയറ്റുകയും ചെയ്യും. ഈ കളിയിൽ തന്നെയാണെങ്കിലും ആ ഗോള് ടോപ്പ് ബെൻസിൽ അടിച്ച് കയറ്റി സൂപ്പർ ഗോൾ തന്നെയാണ്, എടുത്ത് പറയേണ്ട ഗോളാണ്. പക്ഷേ ആ ഗോളിന് വഴിയൊരുക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഡോർഗുവും പിന്നെ ലെനിയോറോ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്തിട്ട് കയറി ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരമാണ് വെൽബക്കിന് കിട്ടിയത്. സോ വെൽബക്ക് സ്കോർഡ് ഇസ് ഗോൾ. എപ്പോഴത്തെയും പോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വെൽബക്കിൻ്റെ കാലിൽ നിന്ന് ആ ഗോൾ സ്കോർ ചെയ്യപ്പെട്ടു. നമ്മൾ ബാക്ക് 3 നിന്ന് ബാക്ക് 4 പോയി. അപ്പം കഴിഞ്ഞ അമ്രമിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞപ്പെട്ടുള്ള കാര്യമായിരുന്നു എന്ന് വെച്ചാൽ ഫോർമേഷൻ സിസ്റ്റം ഇങ്ങനത്തുള്ള കുറേ വാക്കുകൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാക്ക് 3 പോരാ, ബാക്ക് 3 കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്നൊക്കെയുള്ളത്. പക്ഷേ ഈ ഒരു കളിയിൽ ബാക്ക് 4 പോയി. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ തന്നെയാണ്. നമ്മുടെ സിസ്റ്റവും ഫോർമേഷനും ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സാണ്. പ്ലെയേഴ്സിന് അവർക്ക് ഒരു ഐഡിയ ഇല്ല, അവർ എഫേർട്ട് കൊടുക്കുന്നില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള എഫേർട്ട് ഈ പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് മെയിൻ പ്രശ്നം. സോ ദ ഫോർമേഷൻ ഓർ ദ സിസ്റ്റം ഇസ് നോട്ട് ദ പ്രോബ്ലം, പ്ലെയേഴ്സ് ആർ ദ പ്രോബ്ലം. പിന്നെ നമ്മുടെ ഡിഫൻസീവ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെനിയോറോ ഒരു ലോൺ മൂവിൽ നെക്സ്റ്റ് സീസണിൽ പുറത്ത് പോകേണ്ട ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹി നീഡ്സ് ടൈം എന്ന് വെച്ചാൽ ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മെയിൻ ടീമിൽ കളിക്കാൻ പാകത്തിന് ആയിട്ടില്ല. സോ നമ്മൾ കണ്ടിട്ടുണ്ട് വില്യം സാലിബ ആർസനലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ സീസണിൽ ഇത് കഴിഞ്ഞിട്ട് അത്രയും പോരാഞ്ഞിട്ട് വന്നപ്പോൾ അവർ ഫ്രഞ്ച് ലീഗിലേക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിനുശേഷമാണ് തിരിച്ച് ആർസനൽ ടീമിൽ വന്നിട്ട് അവരുടെ നെടുന്തൂണായി മാറിയത്. അപ്പോൾ അതേപോലെ തന്നെ ലെനിയോറോ നീഡ്സ് ടു ഗോ ഔട്ട് ഓൺ ലോൺ. വേറെ ഏതെങ്കിലും ഒരു ടീമിൽ പോയി കളിച്ചതിന് ശേഷം വേണം നമ്മുടെ ടീമിലേക്ക് വരാനായിട്ട്. കാരണം അതർവൈസ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ലെനിയോറോനെ കട്ട് ചെയ്തിട്ട് ഡിഫൻഡേഴ്സ് ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഗോള് വഴങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും ലെനിയോറോയുടെ മിസ്റ്റേക്സ്, ചെറിയ ചെറിയ പൊസിഷണൽ മിസ്റ്റേക്സും ഇതൊക്കെ കാരണം കൊണ്ട് ഗോളുകൾ സ്കോർ ചെയ്യപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ഒരു പാഠം പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഹി നീഡ്സ് ടു വർക്ക് മോർ. അതും വേറെ ടീമിൽ തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ ഒരു ഡിഫൻസ് ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പം ലെനിയോറോ നിൽക്കുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇതിപ്പം എടുത്ത് പറയുന്ന ഒരു കുറ്റമായിട്ടല്ല, ബട്ട് ടു ഇംപ്രൂവ് ഹി നീഡ്സ് ടു ഡെഫിനറ്റ്ലി മൂവ് ഔട്ട് ആൻഡ് ഒരു ടീമിലേക്ക് പോയിട്ട് കളി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ ടീമിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ ഗെയിമിനെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ഫസ്റ്റ് 10 മിനിറ്റ്സ് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു. പിന്നെ ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ് കളിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ സംഭവിച്ചതാൽ ബ്രൈറ്റൺ അവരുടെ ബി ടീമുമായിട്ട് വന്നിട്ട് കളി ഫുൾ അവരങ്ങ് നിയന്ത്രിച്ചു. നമുക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ ചുമ്മാ ബോൾ കിട്ടുന്നു, അവിടെ അങ്ങോട്ട് പോകുന്നു, ബോൾ മിസ്സാക്കുന്നു, തിരിച്ചു വരുന്നു. അവരെന്ന് പറഞ്ഞാൽ വളരെ കൂൾ ആൻഡ് കമ്പോസ്ഡ് ഗെയിമാണ് അവർ കളിച്ചത്. അവർ വലിയ പാനിക്കൊന്നും ഇല്ലാതെ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷമൊക്കെ ആണെങ്കിൽ അവർ വളരെ ഈസി ആയിട്ടാണ് കളിച്ചത്. അവർ അത്രയ്ക്ക് പ്രഷറായിട്ടോ അങ്ങനത്തെ ഒന്നുമില്ല, കൂളായിട്ട് കളിച്ചത്. നമ്മളാ ഇത്രയും എന്താ പറയുക ഈ ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാതെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാത്ത രീതിയിലുള്ള ഗെയിം നമ്മളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മത്തിയസ് കുനിയയ്ക്ക് ആണെങ്കിൽ ഹി നീഡ്സ് ടു ഇംപ്രൂവ്. എനിക്കറിയത്തില്ല, കുനിയയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് കൊണ്ടുവന്നൊരു പ്ലെയറാണ്. സോ കുനിയയുടെയൊക്കെ ഒരു പെർഫോമൻസ് ലെവലിൻ്റെ 7 അയലത്ത് പോലും കാണിക്കുന്നില്ല. ഐ മീൻ ലൈക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലെയറാണ് മത്തിയസ് കുനിയ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കുനിയയുടെ ഒരു പെർഫോമൻസ് ഒന്നും നമുക്ക് ആ ലെവലിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഒത്തിരി പ്രാവശ്യം ബോൾ മിസ്സാക്കുന്നു.
പിന്നെന്താ പറയുക, ഒരു 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 1-to-1 ഒന്നും ചെയ്തിട്ടില്ല. ബോൾ കിട്ടുമ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അവിടെ സ്പേസ് ഉണ്ടോ ഒന്നും അങ്ങനെയൊന്നും ശ്രമിക്കുന്നില്ല. പിന്നെ മൗണ്ടും വളരെ മോശമായിട്ടുള്ള ഗെയിം കാഴ്ചവെച്ചു. ബ്രൂണോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോർണർ കിക്സ്, പിന്നെ പെനൽറ്റി, പിന്നെ അതിനുശേഷം ഫ്രീ കിക്ക്, ഇതെല്ലാം ബ്രൂണോയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് വേറെയും പ്ലേയേഴ്സ്, കാരണം എത്ര കോർണർ കിക്സും എത്ര ഫ്രീ കിക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അതിനകത്ത് ഒരു അസിസ്റ്റ് വരുന്നത്. അല്ലാതെ എത്ര പ്രാവശ്യം മിസ്സാക്കുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു അഡീഷണൽ ഒരു പ്ലെയർ വേണം. അപ്പം ബ്രൂണോയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ മിസ്സുകൾ വരുമ്പോൾ അത് മാറി, ഓക്കെ ഞാൻ അത് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ടുള്ള അഡീഷണൽ പ്ലെയർ നമ്മുടെ ടീമിലേക്ക് വരണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ 100 ചാൻസസിൽ ഒരു ചാൻസ് ആയിരിക്കും ചിലപ്പോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. പിന്നെ മെയിനുവിനെ തിരിച്ച് കൊണ്ടുവരണം, ടീമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് മീഡിയയുടെയും എല്ലാവരുടെയും ഒരു നിർബന്ധമായിരുന്നു. എന്താ പറയുക, ബ്രിട്ടീഷ് മീഡിയ പ്രത്യേകിച്ച് ആംബ്രോമിനെയൊക്കെ ക്രൂശിച്ചതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്, മെയിനു വരണം എന്നുള്ളത്. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മെയിനു ടീമിലേക്ക് കൊണ്ടുവരേണ്ട ഇത്. പ്രത്യേകിച്ച് ബ്രൂണോ ആ പൊസിഷനിൽ നിൽക്കുന്നപ്പം ബ്രൂണോയുടെ പൊസിഷനിൽ മാത്രമേ മെയിനുവിനെ കൊണ്ടുവരത്തുള്ളൂ എന്ന് ആംബ്രോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ 4-3 കളിക്കുന്ന സമയത്താണെങ്കിൽ ഈ മെയിനുവിനെ കൊണ്ടുവന്നു. പക്ഷേ മെയിനുവും ബ്രൂണോ ആയിട്ട് ഒരേ ടീമിൽ കളിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, നടക്കാത്തൊരു സംഭവമാണ്. കാരണം അവർ പ്രത്യേകിച്ച് മെയിനു സ്ലോ ആണ്, അതിൻ്റെ കൂടെ ഉഗാർട്ടയും കൂടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട മിഡ് ഫുൾ പൊട്ടി. പിന്നെ അതിനുശേഷം ഏറ്റവും അവസാനം കാസമിറോ വന്നതിന് ശേഷമാണ് ഒരിച്ചിരിയെങ്കിലും നമ്മൾ കളി നിയന്ത്രിക്കാൻ തുടങ്ങിയത്. പിന്നെ ഏറ്റവും അവസാനം ഗോൾ അടിക്കുന്നതൊക്കെ ആ ഒരു ടൈമിൽ തന്നെയാണ്. അപ്പം സോ ഐ തിങ്ക് ഇപ്പം ഉഗാർട്ടയും മെയിനും ഇവരൊന്നും അല്ല മിഡിലെ മെയിൻ ആൾക്കാർ. മെയിൻ എന്ന് പറഞ്ഞാൽ കാസമിറോ തന്നെ വേണം. പിന്നെ മെയിനുവിനെ കളിപ്പിക്കുന്നത് എന്തുമാത്രം പ്രഷറിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ കളിക്കാരൻ്റെ കഴിവിൻ്റെ പേരിലാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ബിക്കോസ് ഐ തിങ്ക് ഹി നീഡ്സ് ടു ഡൂ മോർ. അല്ലാതെ ടീം വിട്ടു പോകുന്ന എനിക്ക് ചാൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് കിട്ടുന്ന ചാൻസസിൽ കുറച്ചൊക്കെ ഒന്ന് ഒരു ഇത് കാണിക്കണ്ടേ, ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫ്ലാഷസ് ഓഫ് ബ്രില്യൻസ്. അതൊന്നുമില്ല. ഹീ ഈസ് ലൈക്ക് സ്ലോ. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ കാണുന്ന പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞ് ആടി നിൽക്കുന്ന ഒരു മെയിനുവിനെയാണ് കാണുന്നത്. ലൈക്ക് സി ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്റ്റാമിന ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഓടുന്നതൊക്കെ തന്നെ. അപ്പം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ഈസ് നോട്ട് റൈറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. പിന്നെ ലാസ്റ്റ് ഷേ ലേസിക്ക് ആ റെഡ് കാർഡ് കിട്ടുന്നു. അപ്പം റെഡ് കാർഡ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഹീ വിൽ ലേൺ. കാരണം എന്ന് വെച്ചാൽ പയ്യനാണ് അവനാണ് കുറച്ചെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതിന് ശേഷം ഒരു ഫ്ലാഷ് ഓഫ് ബ്രില്യൻസും എന്താ പറയുക ആ ബ്രൈറ്റ് സ്പാർക്കൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഷേ ലേസിയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഗെയിമിലൊക്കെ 2 ഷോട്ടൊക്കെ ഉതിർത്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം ഈ ഗെയിമിൽ അങ്ങനത്തെ ഒരു ബ്രൈറ്റ് സ്പാർക്ക് കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഒരു ഫൗൾ വന്നു. പിന്നെ സെക്കൻഡ് ടൈം ഫ്രസ്ട്രേഷനിൽ ബോൾ എടുത്തിട്ട് നിലത്ത് എറിയുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ റെഡ് കാർഡ് കിട്ടിപ്പോയി. സോ ഐ മീൻ ലൈക്ക് പയ്യനാണ്. അപ്പം ഇത് കാരണമാണ് നമ്മൾ തോറ്റതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അത് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കളി കഴിഞ്ഞിട്ട് ഡാലോ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ജയിക്കേണ്ട കളിയായിരുന്നു, നമ്മൾ എന്താ പറയുക റെഡ് കാർഡ് കിട്ടി കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇതൊക്കെ പോയെന്ന് പറഞ്ഞില്ല. റെഡ് കാർഡ് കിട്ടി എത്രാമത്തെ മിനിറ്റിൽ, എക്സ്ട്രാ ടൈമിൽ 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് റെഡ് കാർഡ് വരുന്നത് തന്നെ. അപ്പം അത്രയും സമയം ഒന്നും ചെയ്യണ്ടായിരുന്നു. ആ പയ്യൻ അവസാനം വന്ന് റെഡ് കാർഡ് കിട്ടിയപ്പോൾ അതാണ് അവൻ്റെ തോൽവിക്ക് കാരണമെന്നാണ് ഈ ഡിയോഗോ ഡാലോ പറയുന്നത്. ഈ മണ്ടൻ എന്ന് പറഞ്ഞാൽ മരമണ്ടനാണ് ഈ ഡാലോ. ഒരു കഴിവില്ലാത്ത ഒരുത്തൻ, കളിക്കത്തുമില്ല, പിന്നെ തല ഉപയോഗിക്കത്തുമില്ല, പിന്നെ ഇത് കണക്ക് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് മൊണത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവൻ്റെ ഏറ്റവും വലിയ കഴിവ്. പിന്നെ ഈ കളിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സെസ്കോ വീണ്ടും സ്കോർ ചെയ്തു. സെസ്കോവിന് ഇതിന് മുമ്പത്തുള്ള സമയത്തൊക്കെ ഒത്തിരി ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഗോളാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം എക്സ്ട്രാ എനിക്ക് 84th മിനിറ്റിൽ ആ ഹെഡർ ഗോളിലോടുകൂടി അടുപ്പിച്ച 2ാമത്തെ കളിയിലും സെസ്കോ ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. സോ ഈ ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രീക്ക് അത് തുടർന്നുകൊണ്ട് പോട്ടെ, നെക്സ്റ്റ് ഗെയിംസിലേക്ക് അത് കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളൂ. അതല്ലാതെ ഈ ഗെയിമിൽ നിന്നും 100% വേറെ ഒരു രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വീണ്ടും താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തുള്ള 2 ഗെയിംസ് എന്ന് പറഞ്ഞാൽ സിറ്റിയും ആർസണലിനെതിരെയാണ് പ്രീമിയർ ലീഗിൽ. സോ ഇനിയിപ്പം പുതിയ മാനേജർ വരും, അതിപ്പം കാരിക്കാണോ അതോ സോൾസർ ആണോ എന്നുള്ളതാണ് നമുക്ക് അടുത്ത് അറിയേണ്ട കാര്യം. സോ ഇവർക്കെങ്കിലും ഒരു ന്യൂ മാനേജർ ബൗൺസ് കിട്ടിയിട്ട് സിറ്റിക്കെതിരെയും അല്ലെങ്കിൽ ആർസണലിനെതിരെയും ഒരു വിജയമോ സമനിലയോ എന്തെങ്കിലും, സമനിലയും തോൽവിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഗെയിമിലെങ്കിലും വിജയം കിട്ടാനായിട്ട് ഈ ടീം പരിശ്രമിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ
പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഈ ഒരു ഗെയിം കണ്ടതിന് ശേഷം ഒന്നുമില്ല, ഒരു ലൈഫില്ല. നമ്മൾ ഈ ഫാൻസ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഫാൻസ് ഈ പ്ലെയേഴ്സിനൊന്നും ഒരു രീതിയിലുള്ള പ്രഷർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മുമ്പൊക്കെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ ഫാൻസൊക്കെ ആ രീതിയിൽ റിയാക്ട് ചെയ്യും സ്റ്റേഡിയത്തിൽ. ഇതെന്ന് പറഞ്ഞാൽ ചത്ത ഫാൻസ്, കൂടുതൽ പ്ലെയേഴ്സൊക്കെ എന്ത് തോൽവി വന്നാലും സമനില വന്നാലും കൈയടിച്ച് പറഞ്ഞു വിടുന്നതായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ അടുത്തതായി കാണുന്നത്. സോ ഫാൻസൊക്കെ ഒത്തിരി മാറി. സോ ദേ നീഡ് ടു ക്രിയേറ്റ് ആ ഒരു പ്രഷർ എൻവയൺമെൻറ്റ്. പ്ലെയേഴ്സിന് തോറ്റാലും പ്രശ്നമില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കണം ഫാൻസ്. സോ അപ്പം അവർ ദേ നീഡ് ടു ക്രിയേറ്റ് ഒരു ഹോസ്റ്റൈൽ പോലെ അല്ലെങ്കിൽ പോലും ഒരു പ്രഷറൈസ്ഡ് എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലെയേഴ്സ് അതിനനുസരിച്ച് ഓക്കെ ഇത് കളി ജയിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തണം. സോ ഐ തിങ്ക് മൊത്തത്തിൽ ഈ ക്ലബിൻ്റെ A to Z കാര്യങ്ങൾ മൊത്തവും അവതാളത്തിലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നിന്നുള്ളൊരു തിരിച്ചുവരവ് ഇനിയും എത്ര കാലഘട്ടം എടുക്കും എന്നൊന്നും അറിയത്തില്ല. ബട്ട് ദെൻ നമുക്ക് ഫാൻസിന് എന്താ പറയുക, ലെറ്റ്സ് ഹോപ്പ് എന്നുള്ളൊരു സംഭവം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. യാ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Take care, keep supporting. Bye.